അവൻ ആ പരീക്ഷ എഴുതിയില്ല. എഴുതാൻ അവർ അനുവദിച്ചില്ല. എന്നാൽ അവരോ പോലീസ് സുരക്ഷയിൽ പരീക്ഷ എഴുതും. നിയമം നീതിക്ക് വേണ്ടിയാവണം. കോപ്പി അടിച്ചാൽ എക്സാം എഴുതാൻ അനുവദിക്കില്ല. ഒരുത്തനെ കൊന്നാലോ അത് പ്രശ്നം തന്നെ അല്ല താനും. ഇതെന്ത് നിയമമാണ്? ഷഹബാസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം ഇന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതി തുടങ്ങി. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 49ാം നമ്പർ ക്ലാസ് മുറിയിൽ അവൻ മാത്രം ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലെ ഡെസ്കിന്റെ അറ്റത്ത് അവന്റെ രജിസ്റ്റർ നമ്പർ മാത്രം ബാക്കിയായി. ഒഴിഞ്ഞു കിടക്കുന്ന ഇരിപ്പിടം കൂട്ടുകാരെ നൊമ്പരപ്പെടുത്തി. അതേ ബെഞ്ചിലിരുന്നായിരുന്നു അവൻ മോഡൽ പരീക്ഷ എഴുതിയത്, മികച്ച മാർക്ക് വാങ്ങിയത്. 10M സ്റ്റാൻഡേർഡിലാണ് ഷഹബാസ് പഠിച്ചിരുന്നത്. പരീക്ഷ എഴുതേണ്ടിരുന്നത് തൊട്ടടുത്ത റൂമിലാണ്. പക്ഷെ അവന് ആ പരീക്ഷ എഴുതാൻ അവർ അനുവദിച്ചില്ല. അതിനു മുമ്പേ അവർ അവനെ കൊന്നുകളഞ്ഞു. അവന്റെ മരണശേഷം അവർ അത് ആഘോഷിച്ചു. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇതെല്ലാം നിയമത്തിന്റെ ബലക്കുറവ് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഷഹബാസിനെ നഷ്ടപ്പെട്ടത് അവന്റെ മാതാപിതാക്കൾക്ക് മാത്രമാണ്. മറ്റുള്ളവരെല്ലാം സാവധാനം മറന്നു തുടങ്ങും. പക്ഷെ അവന്റെ മാതാപിതാക്കൾക്ക് അതിന് കഴിയുമോ? ജീവിതകാലം മുഴുവൻ ആ വേദനയിൽ അവൾ കഴിയേണ്ടി വരും. തല വല്ലാതെ വലുതാകുന്നു ഉമ്മ. ഷഹബാസ് അവസാനമായി ഉമ്മ റംസീനയോട് പറഞ്ഞത് ഇത്രമാത്രം. പിന്നീട് ഉമ്മ എന്ന് അവൻ വിളിച്ചിട്ടില്ല. ആ വിളി ഇനി ഒരിക്കലും ആ ഉമ്മ കേൾക്കാനും പോകുന്നില്ല. ഷഹബാസിന്റെ അവസാന വാക്കുകൾ ഓരോ മാതാപിതാക്കളുടെയും നെഞ്ച് പൊള്ളിക്കുന്നതാണ്. ആ വാർത്ത കേട്ടവരെല്ലാം എൻ്റെ മകനെ എന്ന് വിളിച്ചു പോകാത്തവരായി ആരുമില്ല. അത്രയ്ക്ക് വേദനയാണ് ഷഹബാസ് ഇന്ന് ഓരോ മലയാളികളുടെ വീട്ടമ്മമാരുടെ നെഞ്ചിലും. അടിയേറ്റ് ക്ഷീണിതനായ ഷഹബാസിനെ വീട്ടുകാർ തന്നെയാണ് വാടക വീടിനു മുന്നിൽ ഇറക്കി വിട്ടത്. പിന്നീട് ഷഹബാസ് പതിയെ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. മകന്റെ വിയോഗ വാർത്ത അറിഞ്ഞ റംസീന കുഴഞ്ഞു വീണു. 3 കുഞ്ഞനുജന്മാരാണ് ഷഹബാസിനുള്ളത്. നേരെ ഇളയവനായ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഷമ്മാസിന് എപ്പോഴും ഷഹബാസിനെ വേണമായിരുന്നു. അവനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമെന്നാണ് ബന്ധുക്കളുടെ ആശങ്ക. അവൻ ഷഹബാസിക്കാക്കാനെ ചോദിച്ചു കരയുന്നുണ്ട്. അടിപിടിക്കൊന്നും നിൽക്കാതെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന കുട്ടിയായിരുന്നു ഷഹബാസ്. കൂട്ടുകാർക്ക് പറയാനുള്ളതും മറ്റൊന്നുമല്ല, കൂടപ്പിറപ്പായിരുന്നു. തല പെരുക്കുന്നു, ഒന്ന് കിടക്കട്ടെ എന്ന് ചോദിച്ചു. മുഖം കഴുകി ആ തിണ്ണമേൽ കിടന്നു. കുറെ വിളിച്ചു നോക്കി, ഒരു പ്രതികരണവും ഇല്ല. അവന്റെ കൂടെയുള്ളവരോട് ചോദിച്ചപ്പോൾ തല്ല് കിട്ടി എന്ന് തമാശ മട്ടിലാണ് പറഞ്ഞത്. സംഭവത്തിൽ പ്രതികളായ പ്രായപൂർത്തിയാകാത്ത 5 പ്രതികളും ഇന്ന് SSLC എക്സാം എഴുതും. അതേസമയം 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും ആക്രമണത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളിലുള്ള എല്ലാവരെയും കണ്ടെത്തി മൊഴിയെടുത്തിട്ടുണ്ട്. പോലീസിന്റെ ശ്രമം ഇതിനായി കൂടുതൽ ഭാഗങ്ങളിലേക്ക് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇന്നലെ പ്രതികളായ 5 പേരെയും ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിരുന്നു. പരീക്ഷ എഴുതിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇന്ന് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യം ജസ്റ്റിസ് ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. ഇതിൽ ഒരു കുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ കണ്ടെത്തിയത്. ആ ശബ്ദ സന്ദേശങ്ങൾ ലോകമാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇത്രയും ക്രൂരതയോടെയൊക്കെ സംസാരിക്കാൻ കഴിയുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഷഹബാസിനെ കൊല്ലും, ഞാൻ പറഞ്ഞാൽ കൊല്ലും, അവന്റെ കണ്ണു പോയി നോക്ക്, കണ്ണൊന്നുമില്ല, മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല, കേസൊന്നും എടുക്കില്ല തുടങ്ങിയ ഇൻസ്റ്റാഗ്രാം സന്ദേശങ്ങളാണ് പുറത്തു വരുന്നത്. ഇൻസ്റ്റാഗ്രാമിന് പുറമെ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയും ആക്രമണത്തിന് ആസൂത്രണം നടത്തിയതായും പോലീസ് വിവരം ലഭിച്ചിരിക്കുകയാണ്. ഷഹബാസ് നേരിട്ടത് അതിക്രൂരമായ ആക്രമണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആക്രമണത്തിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നു. കട്ടിയുള്ള ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് വലതു ചെവിയുടെ താഴെയായി തലയോട്ടി തകർന്നത്. കണ്ണിനും മർദ്ദനമേറ്റ അടയാളങ്ങളുണ്ട്. മൂക്കിനും ഇടതുവശത്തെ കണ്ണിനും താഴെയും ആഴത്തിലുള്ള മുറിവുണ്ട്. നെഞ്ചിലേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാടക വീട്ടിൽ നിന്ന് പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറാൻ ഒരുങ്ങുമ്പോഴാണ് കുടുംബത്തിന് തീരാവേദന സമ്മാനിച്ച് ഷഹബാസിന്റെ മടക്കം. മോഡൽ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങി SSLC പരീക്ഷ എഴുതാൻ കാത്തിരിക്കുമ്പോഴാണ് മരണം ഈ രൂപത്തിൽ ഷഹബാസിനെ തട്ടിയെടുത്തത്. ഇനിയൊരു ദുരന്തം ഉണ്ടാകരുതേ എന്നാണ് നാടിന്റെ പ്രാർത്ഥന.